ഇപ്പോൾ നമ്മൾ പത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും റേറ്റിംഗ് ഉള്ള ചില സംഭവങ്ങളുണ്ട്. കുറച്ച് ദിവസം റോബിൻ ബസ് ആയിരുന്നു. ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഒരുത്തൻ നിയമലംഘനം നടത്തുന്നു, അവൻ്റെ പുറകെ കുറേ ആളുകൾ കൂടുന്നു, അവനൊരു മഹാനായി മാറുന്നു. എന്നോട് ചോദിച്ചോ, ഞാൻ പറഞ്ഞ അയാളങ്ങ് ഹൈക്കോടതി പോട്ടെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു തീരുമാനം പറയും, അതങ്ങ് നടത്തിയാൽ പോരെന്ന് വെച്ചു. ഹൈക്കോടതി പോയി പിന്നെ ശബ്ദം കേട്ടിട്ടില്ല. ഏതാ ഇപ്പം ഹൈക്കോടതി ഒരാളെ അനുവദിച്ചാൽ നിയമലംഘനമാണെങ്കിൽ അത് നടത്താൻ അനുവദിക്കത്തില്ല. അനുവദിച്ചാൽ അയാൾക്ക് നടത്താം, അത് നിയമലംഘനമല്ല. റോബിൻ ബഷീറിൻ്റെ ഒരു സംഭാഷണം നിന്നത് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞ അദ്ദേഹം ഹൈക്കോടതി പോട്ടെ, ഓർമ്മയുണ്ടല്ലോ, എല്ലാവരും കേട്ടതാ. അവിടെ പോയി ഹൈക്കോടതി പറയുകയാണ് ഇയാളെ പേര് ഓടിക്കോട്ടെ. കുറച്ച് ദിവസം റോബിൻ ബസ് ഓരോരോ കാര്യങ്ങൾ, ഓരോ വിഷയങ്ങളുടെ പുറയിലാണ് നമ്മളിങ്ങനെ. അങ്ങനെ ഓരോ വിഷയങ്ങളിൽ ഇങ്ങനെ നമ്മൾ രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റേറ്റിംഗ് ഉണ്ട്. അത് വെച്ച് കാച്ചിയാൽ ആളുകൾ കാണാൻ ആൾ കാണും. അതിൽ ചില വ്യക്തികളുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നല്ല റേറ്റിംഗാണ്. 10 തെറി പറഞ്ഞാലും കേൾക്കാൻ ആളുള്ളൂ. അത് നല്ലത്, അദ്ദേഹം ഒരു മഹാനാണ് എന്ന് പറഞ്ഞാൽ കേൾക്കാൻ ആളില്ല. ഗണേഷ് കുമാർ നല്ല തെറി എന്നെ 4 പറയാമെങ്കിൽ കേൾക്കാൻ ആളുണ്ട്. കാരണം എന്താ, അതിന് നല്ല റേറ്റിംഗാണ്. നല്ല ചിരിച്ച് എന്താ കാര്യം തന്നെ, ഇയാളുടെ ഇഷ്ടമുണ്ട്. ഇത് അങ്ങനെയാണ് വരുന്നത്. ഈ ഇഷ്ടം ഗണേഷ് കുമാറിനെ ഇന്ന് തൂക്കിക്കൊല്ലും എന്നൊരുത്തം പറഞ്ഞു, ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ തൂക്കിക്കൊല്ലൂ. അപ്പോൾ ആളുകൾ ആകാംക്ഷ, അയ്യോ പാവം, അയാളൊരു പാവമില്ല, അയാളെ എന്തിനാ ഉപദ്രവിക്കുന്നത്, എന്തോ നോക്കട്ടെ, ഏതായാലും നോക്കിയല്ലോ, അതിനകത്തോടൊന്ന് നോക്കി കിട്ടിയാൽ മതി. അങ്ങനെയാണ് പല കാര്യങ്ങളോട് നടക്കുന്നത്. അങ്ങനെ റേറ്റിങ്ങിന് വേണ്ടി ഈയിടെ അയ്യപ്പനെ പിടിച്ചു. അയ്യപ്പന് നല്ല റേറ്റാണ്. കാരണം അയ്യപ്പൻ്റെ സീരിയൽ ഇട്ടാലും കാണാൻ ഭയങ്കര ആളാണ്. അങ്ങനെ ശബരിമലയിൽ വലിയ തിരക്കാണ്. അവിടെ ഒരു രക്ഷയുമില്ല. ഇനി ഈ സർക്കാരിനെ കൊണ്ടോ, ഈ നാട്ടുകാരെ കൊണ്ടോ, ദേവസ്വം ബോർഡിനെ കൊണ്ടോ, പോലീസിനെ കൊണ്ടോ ഒരു രക്ഷയുമില്ല. എന്താ മാർഗം? കേന്ദ്രം ഏറ്റെടുത്താൽ മതി. കേന്ദ്രം ഏറ്റെടുത്താലുള്ള കുഴപ്പം എന്താണെന്നറിയാം? അവിടെ ചെല്ലുമ്പോൾ പിന്നെ ഇവിടെ വെള്ളം കിട്ടുമെന്ന് ചോദിച്ചാൽ അപ്പം അടി കിട്ടും. കാരണം CRPക്കാരായിരിക്കും കാവലിരിക്കുന്നത്. ഇവിടുത്തെ പോലീസുകാരനോട് ചോദിച്ചാൽ ഇവിടെ വെള്ളം, ഇവിടെ ഇതുകൊണ്ട് അവിടെ ചെന്നാൽ വെള്ളമുണ്ട്, അവിടെ ഇരിപ്പുണ്ടെന്ന് പറയും. ഈ നെഞ്ചുവേന എടുക്കുന്ന ആശുപത്രി എവിടെയാണെന്ന് ചോദിച്ചാൽ അല്ല, അങ്ങോട്ട് കയറിയാൽ മതി, അത് ആശുപത്രി എന്ന് പറയും ഇപ്പം മലയാളത്തിൽ. മറ്റങ്ങനല്ല, ക്യാന്ന് ചോദിക്കും. പാനി എന്നും പറയാൻ അറിഞ്ഞൂടാ. വെള്ളം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വെള്ളം അടിച്ച് വെച്ച് വന്നാന്ന് പറഞ്ഞ് അവൻ ലാത്തി ചാർജ് നടത്തും. CRPക്കാരനെ ഏറ്റെടുക്കും. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആരായിരിക്കും? ഹിന്ദിക്കാരനായിരിക്കും. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബാഹർ ജാവോ എന്ന് പറയും. പഞ്ചായത്ത് പ്രസിഡന്റാണ്, എനിക്കൊന്ന് തൊഴാനൊരു അവസരം തരുമോ, അല്ലെങ്കിൽ കിടക്കാൻ ഒരു മുറി തരുമോ എന്ന് ചോദിച്ചാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ്. അവൻ അപ്പം തന്നെ ബാഹർ ജാവോ എന്ന് പറയും. കാരണം വേറെ ആളാണ് വരുന്നത്. ഇതൊക്കെ വേണോ? അതിലേക്കാണ് പോകുന്ന കാര്യങ്ങൾ. നിങ്ങൾ മനസ്സിലാക്കണം. ഈ ക്ഷേത്രം ഏറ്റെടുത്താൽ കേരളത്തിലെ ആയിരക്കണക്കിന് ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ പോറ്റിക്ക് ശമ്പളം കൊടുക്കുന്നതും വിളക്ക് കത്തുന്നതും ബൾബ് കത്തുന്നതും തിരിവയ്ക്കുന്നതും നെയ്വിളക്ക് കത്തിക്കുന്നതും എല്ലാം ശബരിമലയിലെ പണമാണ് എന്നോർക്കണം. അത് കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത് അങ്ങ് കൊണ്ടുപോയാൽ പിന്നെ ഇവിടെ ഉള്ള എല്ലാ ക്ഷേത്രങ്ങളെയും ഗതി. ഇപ്പോൾ ഇവർക്ക് നമ്മുടെ കരയോത്തിൻ്റെ ക്ഷേത്രത്തിന് കുഴപ്പമില്ല, കരയോ ഇപ്പോഴും നടത്തുന്നത് കുഴപ്പമില്ല. മറ്റെല്ലാ ക്ഷേത്രങ്ങളും നമുക്കറിയാം. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ക്ഷേത്രങ്ങളും സ്വന്തം നിലയ്ക്കല്ല പ്രവർത്തിക്കുന്നത്. അവിടുത്തെ വരുമാനം കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന അത്യപൂർവം ക്ഷേത്രങ്ങളെ നമുക്കുള്ളൂ. ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ നശിച്ചു പോകാനുള്ള ഒരു ഭാഗമായി ഇത് മാറും. നമ്മളിപ്പോൾ ആസ്വദിക്കുന്ന ഒരു വാർത്ത, ഇപ്പോൾ ആസ്വദിക്കുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്ത നാളെ സർവ്വക്ഷേത്രങ്ങളും നശിപ്പിക്കുന്ന നിലയിലേക്ക് എത്തും എന്ന് മനസ്സിലാക്കണം. സർക്കാരിനെതിരെയുള്ള നീക്കമാണെന്നൊന്നും ആരും വിചാരിക്കരുത്. ഇതൊരു റേറ്റിംഗ് ഉള്ളത് കൊണ്ട് ഇത് വെച്ച് കളിക്കുന്നതാണ്. ഒരു രക്ഷയില്ല, കയറാൻ നിവൃത്തിയിൽ ഇറങ്ങാൻ. ഒരു അഭ്യർത്ഥന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൊടുത്താൽ പോലെ അടുത്ത 2-3 ദിവസത്തേക്ക് ഇങ്ങോട്ട് വരേണ്ട, ഇവിടെ വലിയ തിരക്കാ, നിങ്ങളുടെ പരിപാടി ഒരു 2 ദിവസം മാറ്റി വെക്കണമെന്ന് അപേക്ഷിച്ച ആൾക്കാർ പരിപാടി മാറ്റി വെക്കത്തില്ലയോ? വെബ്സൈറ്റും പത്രമൊക്കെ ഇല്ലയോ? ശബരിമല വലിയ തിരക്കാ, ശനി ഞാനോട് വലിയ തിരക്കാ, നിങ്ങളൊരു ചൊവ്വ ബുധൻ ദിവസങ്ങളിലേക്ക് നിങ്ങളുടെ പരിപാടികൾ ദേവി ഇത് മാറ്റുക, ഇവിടെ വന്ന് വെള്ളം ഉണ്ടാക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ 2 ദിവസം മാറ്റാം. ആരായി 4-5 മണിക്കൂർ പോയി കിടക്കാനും ചവിട്ടുകൊള്ളാനും താല്പര്യപ്പെടുന്നത്? സമാധാനമായിട്ട് ഭഗവാനെ തൊഴാനല്ലേ പോകുന്നത്? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതൊരു പരാജയമല്ലല്ലോ. സത്യം പറഞ്ഞാൽ പോലെ ഇവിടെ വലിയ തിരക്കാണ്, പല സ്ഥലത്ത് വരുന്നു. തമിഴ്നാട്ടിലെ വെള്ളപ്പൊക്കം കഴിഞ്ഞ് ആൾ വരുന്നു, അങ്ങനെ വലിയ തിരക്കാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് സമീപ പ്രദേശത്തുള്ളവരെല്ലാവരും പരിപാടി ഒരാഴ്ചത്തേക്ക് മാറ്റി വയ്ക്കണം എന്നങ്ങ് അഭ്യർത്ഥിക്കാൻ പോലെ. തെറ്റുമല്ലോ ഉണ്ടോ അതിനകത്ത്? അപ്പം ഇന്ന് തന്നെ പോയില്ലെങ്കിൽ അയ്യപ്പം പിണങ്ങിയൊന്നുമില്ലല്ലോ. ഈ ചവിട്ടും തൊഴിയും കൊണ്ട് മണിക്കൂറുള്ള അതിൻ്റെ ആവശ്യമില്ല. ആളുകൾ ഒരു സംയമനം പാലിക്കണം, നമ്മളും കൂടി സഹകരിക്കണം. ഇതൊരു തെറ്റല്ല. ഇപ്പം എൻ്റെ ഗൗരവയിലേക്ക് പോകുന്ന യാത്ര ഒരാഴ്ച മാറ്റി വെച്ചുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. നമ്മൊന്നും സംഭവിക്കാനില്ല. നമ്മൾ പ്ലാൻ ചെയ്തു, ആര് ജ്യോത്സ്യം പറഞ്ഞിട്ടൊന്നും അല്ല, ദൈവം പറഞ്ഞിട്ടുമല്ല. നമ്മൾ അടുത്ത ശനിയാഴ്ച സൗകര്യമുണ്ട്, സെക്കൻഡ് സാറ്റർഡേ സൺഡേയും കൂടെ വരെയാണ്, ലീവ് എടുക്കാതെ പോകാമല്ലോ എന്ന് വിചാരിച്ച് നമ്മളൊരു പ്ലാൻ ചെയ്തു. അവിടെ വലിയ തിക്കും തിരക്കും മഴയും കൊടുങ്കാറ്റും ഒക്കെയാണ്, അങ്ങോട്ട് പോകണ്ടെന്ന് വെച്ചിട്ട് അടുത്ത ആഴ്ച പോകണം. മഴ മാറിയിട്ട് പോയാൽ പോരെ, തിരക്കൊന്ന് കുറഞ്ഞിട്ട് പോയാൽ പോരെ. TV യിൽ കാണാനല്ല, തിരക്ക് കുറഞ്ഞു, ആ തിരക്ക് കുറഞ്ഞ് നമ്മളങ്ങ് പോയാൽ പോരെ. ഇതൊക്കെ ഒരു സമൂഹത്തിൽ ആവശ്യമില്ലാത്ത പുകമറ സൃഷ്ടിച്ച് പല നല്ല കാര്യങ്ങളെയും തകർത്ത് കളയാനുള്ള പരിപാടിയാണ്. ഇത് രാഷ്ട്രീയമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇത് വെറും പ്രചരണങ്ങളാണ്. ഈ പ്രചരണങ്ങളുടെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് വളരെ മോശകരമായ ഭവിഷ്യത്തായിരിക്കും. ശബരിമല കാനന ക്ഷേത്രമാണ്. നിബിഡ വനത്തിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാനം
കാട്ടിനകത്താണ് ഇതെല്ലാം നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഏറ്റെടുക്കുക, കേന്ദ്ര ഗവൺമെൻറ് എന്നൊരു നിയമം കൊണ്ടുവന്നാൽ കാശ്മീർ ഏറ്റെടുത്തിട്ട് ഒന്നും സംഭവിച്ചില്ല. പിന്നെ ശബരിമല ക്ഷേത്രം ഇത് ഏറ്റെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എൻ്റെ പാർട്ടി ഭരിക്കുന്ന നാട്ടിൽ ഏറ്റെടുത്തല്ലേ നമ്മുടെ കിട്ടിയെന്ന് വിചാരിക്കും. അത് മാറി വേറെ പാർട്ടി ഭരിക്കാൻ വരും, ജനാധിപത്യമാണ്, വരുമ്പോൾ അവരുടെ കയ്യിലിരിക്കും. അപ്പം അതുകൊണ്ട് സ്ഥിരമായിട്ട് ധാരണയും കയ്യിലൊന്നും ഇരിക്കത്തില്ല. ഇവിടെ ഇപ്പം അയ്യപ്പനെ കാണാം, മലയാളം പറഞ്ഞാൽ മനസ്സിലാവും, തമിഴ് പറഞ്ഞാൽ മനസ്സിലാവും, സമാധാനമായിട്ട് തൊഴാൻ പറ്റും. പരിചയക്കാരാണെങ്കിൽ കുറച്ച് നേരം കൂടുതൽ നിന്ന് തൊഴാം. ഒരു ദിവസം അവിടെ തങ്ങിയിട്ട് വരണമെങ്കിൽ ആരെങ്കിലും ദേവസ്വം ബോർഡിൽ ബുക്ക് ചെയ്താൽ ഒരു മുറി കിട്ടും. ഇതൊന്നും ഇല്ല. ഇതെല്ലാം ഇല്ലാതാക്കിയിട്ട് ഇത് ഇൻ്റർനാഷണൽ ക്ഷേത്രമാക്കി മാറ്റിയാൽ, നമ്മൾ തിരുപ്പതി പോയിട്ടുള്ളവർക്കറിയാം, ഈ വർത്തമാനമൊക്കെ പറയുന്നെങ്കിലും തിരുപ്പതി പോയാൽ സൗജന്യമായി തൊഴണമെങ്കിൽ 24 മണിക്കൂർ ക്യൂവിൽ നിൽക്കണം. കാശ് 5000 രൂപ കൊടുത്താൽ ഒരു 3-4 മണിക്കൂറിനുള്ളിൽ ഭഗവാനെ കാണാം. 3-4 മണിക്കൂറിനുള്ളിൽ. പക്ഷേ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട്, കാരണം നമ്മൾ 5000 രൂപ കൊടുത്തിരിക്കുകയാണല്ലോ. 1000 രൂപ കൊടുത്താൽ ഒരു 6-7 മണിക്കൂറിനുള്ളിൽ ഭഗവാനെ കാണാം. കാശുള്ളതനുസരിച്ചാണ്. ശബരിമലയിൽ അങ്ങനെ കാശ് കൊടുത്തിട്ട് ആളെ കാണിക്കുന്നില്ല. കേരളത്തിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ കാശ് കൊടുത്തിട്ട് ആളെ കാണിക്കും. കാശ് കൊടുക്കുന്ന ഗുരുവായൂർ അമ്പലത്തിൽ കാശ് കൊടുത്തിട്ടാണ് ആളെ കയറ്റുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം അവിടെ വരുമ്പോൾ സൗജന്യമായി നമ്മൾ ഭഗവാനെ തൊടുന്നതിന് തന്നെ കാണാൻ പോലും ടിക്കറ്റ്, ദൈവത്തിനെ കാണാൻ ടിക്കറ്റ്, ആ ടിക്കറ്റുള്ള സ്ഥലവും ടിക്കറ്റ് ഇല്ലാത്ത ആർക്കും പ്രവേശിക്കാവുന്ന സ്ഥലവും, ഹിന്ദുക്കളെന്നല്ല മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പ്രവേശിക്കാൻ കഴിയുന്ന ശബരിമലയുള്ള ഒരു സ്ഥലത്ത് പിന്നെ തിരുപ്പതി പോലെ ആക്കണം എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് ടിക്കറ്റ് വെച്ചാൽ മതി. 5000 രൂപ വരുന്നതിന് ആദ്യം കയറാം. അങ്ങനെ വെക്കാൻ സമ്മതിക്കുമോ കേരളത്തിൽ? അങ്ങനെ തൊഴണോ? ഇതൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞ കണക്കാ. കാശ് കൊടുത്ത് ദൈവത്തിന് കൈക്കൂലി കൊടുക്കാന്നാരും വിചാരിക്കരുത്. ഈ അന്ധവിശ്വാസങ്ങളാണ് ഇതൊക്കെ. ജ്യോത്സ്യനെ കണ്ട് ജ്യോത്സ്യം പറയുന്ന കണക്ക് ജീവിക്കുക അന്ധവിശ്വാസമാണ്. അങ്ങനെ ഒന്നും ജീവിക്കരുത്. നിങ്ങൾക്ക് അടുത്ത എന്നോട് ഞാൻ ജ്യോത്സ്യന്മാരെ കാണുന്നത് കേട്ടോ, എൻ്റെ അനുഭവം ഭയങ്കര കോമഡിയാണ്. എന്നോട് പലപ്പോഴും ജ്യോത്സ്യന്മാർ പറയും, ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന കാലത്താണ്, ഈ രാഷ്ട്രീയത്തിൽ വന്നിട്ട് പിന്നെ ജാതകം നോക്കിയിട്ടൊന്നും കാര്യമില്ല, തലയിലെഴുത്ത് പോലെ പോകും. ഏത് അലപരാതിയാണ് കാലുവാരെന്നറിയാൻ കൂല. അതുകൊണ്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം പിന്നെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ജ്യോത്സ്യന്മാരെ കാണും. പണമൊക്കെ കിട്ടുമോ, നല്ല തിരക്കൊക്കെ ആവുമെന്ന് അറിയാൻ വേണ്ടി, സൂപ്പർ സ്റ്റാർ ആവുമെന്ന് അറിയാനാണ് നോക്കുന്നത്. അപ്പം പറയും ഇത് അടുത്ത നവംബർ 13 വരെ അല്പം മോശ സമയം, 13 കഴിഞ്ഞാൽ പിന്നെ നല്ല ഗംഭീരമാണെന്ന് പറയും. നമ്മളിതങ്ങ് മറന്നു. നമ്മൾ ഈ 13 കാത്തിരിക്കും, ജ്യോത്സ്യം മറന്നു. പിന്നെയും ജ്യോത്സ്യനെ കാണാൻ പോകും. നവംബർ 13 കഴിഞ്ഞ് ഡിസംബർ ആയപ്പോൾ ചെന്നു. അപ്പം ജ്യോത്സ്യം പറഞ്ഞു, ഈ വരുന്ന സെപ്റ്റംബർ അടുത്ത് 26-ാം തീയതി ഗ്രഹങ്ങളുടെ മൊത്തത്തിൽ ഒരു ചേഞ്ച് ഉണ്ട്, അതിൽ ഈ നക്ഷത്രക്കാർക്ക് നല്ലൊരു സംഭവം വരും. അപ്പോൾ ഈ ഒരു കൊല്ലം നമ്മൾ കാത്തിരുന്ന് പോയി. ഇപ്പം കിട്ടുമെന്നും പറഞ്ഞു. നവംബർ കഴിഞ്ഞപ്പോൾ അടുത്ത സെപ്റ്റംബറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇതല്ലേ എല്ലായിടത്തും നടന്നുകൊണ്ട് ഇതൊക്കെ കേൾക്കാൻ പോയി ഇരിക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. വരുമ്പോലെയൊക്കെ വരും, നല്ലതും ചീത്തയൊക്കെ അതിൻ്റെ പരുവം പോലെ വരും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമുക്കിതിനെയൊക്കെ നേരിടാനുള്ള കരുത്ത് ഒരു ദൈവവിശ്വാസിയുടെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കണം. ഏത് പ്രതിസന്ധിയിൽ നിങ്ങൾ ചാടിയാലും അതിനെ അതിജീവിക്കാനുള്ള ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ലോകത്തെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പരമാത്മാവാവുന്ന ഏറ്റവും വലിയ ശക്തിക്ക് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന്, ജീവാത്മാവാവുന്ന പരമാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്, ജീവാത്മാവായി. അത്രയും ശക്തിയുള്ളൊരു സാധനം ഉള്ളിൽ വെച്ചിട്ട് അവിടെ ഇവിടെ അലഞ്ഞു നടക്കാതെ സ്വന്തം ആത്മവിശ്വാസം, ഞാൻ എന്നെക്കൊണ്ട് കഴിയുമെന്ന വിശ്വാസം നിങ്ങളിലും നിങ്ങളുടെ മക്കളിലും പകർന്നെടുക്കണം. നമ്മുടെ ആത്മീയ ക്ലാസ് നടത്താനാണ്